കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഏത് പ്രാർത്ഥനകളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നം മാറി കിട്ടുക. കുടുംബ സംബന്ധമായിട്ട് തന്നെ അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങളുമായിട്ടും അമ്മയുടെ സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ദാമ്പത്യ ബന്ധം ഒലച്ചിലുണ്ടാകത്തൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളുള്ളവർ ഇവരൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഏത് പ്രാർത്ഥന ചെയ്താൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകും. അതിനാദ്യം നമ്മൾ നല്ലൊരു ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട വീട്ടിലെ പ്രസൻറ്റ് ഇപ്പോഴത്തെ ആയിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന് കൗടി വെച്ച് നോക്കിയതിന് ശേഷം വേണം തത്തുല്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാനായിട്ട്. എങ്കിൽ തന്നെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഫലിക്കണമെന്നോ അത് എന്നൊന്നുമില്ല. എങ്കിൽ തന്നെയും ഏറെക്കുറെയൊക്കെ ഒരു 60% ഫലിക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. അത് ഉമാമഹേശ്വര സങ്കല്പത്തിൽ, ശിവപാർവതി സംഘത്തിൽ ശിവനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുന്നതും ആ ശിവനാമങ്ങൾ സന്ധ്യയ്ക്ക് ഉച്ചരിക്കുന്നതും ഒക്കെ ഏറ്റവും നല്ലതായിരിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട്. അതുപോലെ ഹനുമാനെ പൂജിക്കുന്നതും, അതുപോലെ ഗണപതിക്ക് നിത്യമായിട്ട് ഗണപതി ഹോമം നടത്തുന്നത്, അതുപോലെ ഭഗവത് സേവ നടത്തുന്നത്, ഒരു 18 ഗണപതി ഹോമം അല്ലെങ്കിൽ ഒരു 18 ഭഗവത് സേവ അല്ലെങ്കിൽ ഒരു 21 ഭഗവത് സേവ, അതുപോലെ വിഷ്ണു പൂജ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വിഷ്ണുവിനെ സേവിക്കുന്നത്, അത് ലഘു സുദർശനം ചെയ്യുന്നത് നല്ലതാണ്. ലഘു സുദർശനം പൂജയായിട്ട് ഹോമമായിട്ടല്ല, പൂജയായിട്ടുള്ള സംഭവമുണ്ട്. അത് വിഷ്ണു പൂജയുടെ കൂട്ടത്തിൽ നമുക്കൊരു 10 മിനിറ്റ് 3 വിളക്ക് വെച്ചിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അത് ലഘു സുദർശനം ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആളും അതറിയാവുന്ന കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, വീട്ടിൽ വെച്ച് ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് ജ്യോതിഷം കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത് തന്നെ മതിയോ അതോ ഇനി ശൈവശാക്തേയത്തിൽ ഏതാണോ വേണ്ടത് എന്നുള്ള ശൈവം വൈഷ്ണവം ഇപ്പം വിഷ്ണു സങ്കല്പമായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ അതുപോലെ ഓം നമോ നാരായണ ജപിക്കുക, അല്ല നിത്യവും സന്ധ്യയ്ക്ക് നാമം ജപിക്കുക. അതുപോലെ വെളുപ്പിനെ എണ്ണീറ്റ് 4:30 വെളുപ്പിനെ എണ്ണീറ്റ് നിർമാല്യം തൊഴാൻ പോകുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കുടുംബ പ്രശ്നം, ധനനഷ്ടം അല്ലെങ്കിൽ ധനം എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക്, അതുപോലെ മക്കളുടെ ജോലിക്കാര്യങ്ങളെ, തൊഴിൽ സ്തംഭനം, അതുപോലെ ശത്രുതയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ലത് സുദർശന പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുദർശന ഹോമം അല്ലാതെ തന്നെ 10 മിനിറ്റ് വിഷ്ണു പൂജയുടെ കൂടെ നടത്താവുന്നതാണ്. അതുപോലെ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള വീട്ടിൽ വെച്ചിട്ടുള്ള പൂജ, വീട്ടിൽ വെച്ചിട്ട് ഗണപതി ഹോമം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുടുംബത്തിലെ കുറേയൊക്കെ നെഗറ്റീവ് എനർജി മാറിക്കിട്ടി അവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു വശ്യതാശക്തി, എല്ലാവരും കൂടെ ഉള്ള വശ്യത, അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടെ ഒരു സന്തോഷപരമായിട്ടുള്ള ജീവിതം നടത്താനും അഭിപ്രായ ഭിന്നതകളൊന്നും ഇല്ലാതെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് നടത്താനും ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സന്ധ്യയ്ക്കും അതുപോലെ രാവിലെയും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഈറിനോട് വന്ന് നെയ്ത്തിരി കത്തിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ട് കുടുംബ വിഷയങ്ങളൊക്കെ മാറി കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതുപോലെ നാളികേരം ഉടയ്ക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഗണപതിക്ക് നിത്യവും ഒരു 7 ദിവസമെങ്കിലും, കുറഞ്ഞ 7 ദിവസമെങ്കിലും അടുപ്പിച്ച് പോയി ചെയ്തെങ്കിൽ മാത്രം, ഒരെണ്ണം ചെയ്തിട്ട് മാത്രം കഴിയില്ല. ഒരു കോഴ്സ് പോലെ, ഒരു ഗുളിക കഴിക്കുന്ന പോലെ ഒരു കോഴ്സ് പോലെ ഒരു 7 എണ്ണമെങ്കിലും കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനൊക്കെ പ്രയോജനം ഉണ്ടാവൂ. അതിന് ഉത്തരമായ ഒരു ജ്യോത്സ്യനെ കൂടെ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം തേടിയതിന് ശേഷം ഇതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാവും, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും, കലഹമില്ലാണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ അഭിവൃദ്ധിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.